بسم الله الرحمن الرحيم الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം അമൽ സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിലും ഇതുപോലെ പഠിച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരെയും ഈ റമളാനിലേക്ക് തെരഞ്ഞെടുത്ത ആളുകളാണ്. ഇത്രയും ദിവസം നോമ്പ് നോൽക്കുവാനും കർമ്മങ്ങളെല്ലാം ചെയ്യുവാനുമുള്ള തെരഞ്ഞെടുത്ത ആളുകളാണ് നമ്മൾ. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും ഈ അവസരം ലഭിച്ചിട്ടില്ല. അള്ളാഹുവിലേക്ക് അവർ യാത്രയായിട്ടുണ്ട്. ആ തെരഞ്ഞെടുത്ത ആളുകൾ എന്ന നിലയിൽ നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇരുന്ന് ആലോചിക്കേണ്ട സമയമാണ്. റമളാനിനെ സംബന്ധിച്ചിടത്തോളം റമളാൻ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ റമളാന് കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവും, എത്ര പെട്ടെന്നാണ് ഇത് തീർന്നു പോയത് എന്ന്. എത്ര പെട്ടെന്നാണ് ഇത് തീർന്നു പോയത്. കാരണം നമ്മുടെ അടുത്ത് പ്ലാനിങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതായിരിക്കും. ഞാൻ ഖുർആന് ഒരാവർത്തി അർത്ഥസഹിതമൊന്ന് വായിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വളരെ വേഗത്തിൽ അത് തീർന്നു പോയി എന്ന് പറയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ ഒരു അർഹതയും നമുക്കില്ല എന്നത്. എന്താ പറഞ്ഞത്? അയ്യാമം മഅദൂദാത്ത്. നോക്കിക്കോളൂ, ഇത് എണ്ണി തീരുന്ന ദിവസം മാത്രം, കയ്യിൽ എണ്ണാൻ പറ്റുന്ന അത്ര ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പോകും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു അന്വേഷണ കമ്മീഷണർ കൂടിയാണ്. റമളാനെ നമ്മളെ കുറിച്ച് ഇപ്പോൾ റമളാൻ കഴിഞ്ഞിട്ട് ഇത് അവസാനം അള്ളാഹുവിലേക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് മലായിക്കത്ത് കൊണ്ടുപോയി എത്തിക്കും നമ്മുടെ കർമ്മങ്ങളെയൊക്കെ. ആ സമയത്തേക്ക് നമ്മൾ ഒരുക്കൂട്ടിയത് എത്രയുണ്ടോ അതായിരിക്കും നമ്മുടെ വിജയം റമളാനിലൂടെയുള്ളത്. ഒരു കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് തന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പടച്ചവനോട് ചോദിക്കാതെ നമുക്കൊന്നും തരില്ല. അള്ളാഹ് നമ്മളോട് ചോദിച്ചു, അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കൊക്കെ ബേജാറുള്ളൊരു കാര്യമാണ് നമ്മുടെ ഖളാഇനെ കുറിച്ച്, നമ്മുടെ വിധിയെ കുറിച്ച്. എന്താണ് ഭാവിയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അപകടങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ രോഗങ്ങളെ കുറിച്ച് ഒക്കെ നമുക്ക് വല്ലാത്ത ബേജാറും പേടിയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സമാധാനമുള്ളൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് വായിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു പ്രതീക്ഷയും വല്ലാത്തൊരു സമാധാനം ഉണ്ടാവാറുണ്ട്. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ, ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ, ലാ യറുദ്ദുൽ ഖളാ. ഖളാഇനെ മാറ്റാൻ കഴിയില്ല, തട്ടി മാറ്റാൻ കഴിയില്ല. വരാനിരിക്കുന്ന ഖളാ, വരാനിരിക്കുന്ന വിധിയെ നമുക്ക് തട്ടി മാറ്റാൻ ഒരിക്കലും കഴിയില്ല. എത്ര വലിയ പ്രമാണി വിചാരിച്ചാലും സാധിക്കാത്ത ഒന്നാണ്. പക്ഷേ ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ, ദുആ കൊണ്ടല്ലാതെ, പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്കൊരിക്കലും തന്നെ തട്ടി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിയെക്കുറിച്ച്, എല്ലാറ്റിനെ കുറിച്ചും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, കുടുംബ ബന്ധങ്ങൾ തകർത്ത, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ പിണക്കമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് പോകണം, എനിക്ക് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ആ പിണക്കങ്ങൾ, നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോ നമ്മൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് പറയില്ലേ, എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം എന്ന് പറയാറുണ്ട്. എന്നാൽ അത് ഹജ്ജിന് പോകുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ റമളാനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആദ്യം എന്റെ ഈ ബന്ധങ്ങളൊക്കെ ശരിയാകണം. ഈ ബന്ധങ്ങൾ ശരിയായാൽ മാത്രമേ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്,
ആരെങ്കിലും ബന്ധങ്ങളിൽ പിണക്കമുണ്ട് എങ്കിൽ അവർ എണീറ്റ് പോകണം. എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കാനേ എന്നുള്ളതാണ്. അത്ര ശക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ആദ്യം അതൊന്ന് റെഡിയാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ഹലാലായതായിരിക്കണം. നമ്മുടെ വസ്ത്രം, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ശരീരത്തിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ള ഭക്ഷണം, അതെല്ലാം ഹലാലായിരിക്കണം. കുടിച്ചതും അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചിട്ടുള്ളതും ഭക്ഷിച്ചിട്ടുള്ളതുമെല്ലാം ഹലാലായാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി, പക്ഷെ അല്ലാഹു അത് സ്വീകരിച്ചിട്ടില്ല എന്ന്. പക്ഷെ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറില്ല. നമ്മുടെ വസ്ത്രവും അതുപോലെ നമ്മുടെ അക്കൗണ്ട് ക്ലിയർ ആണോ, അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. നിരന്തരം പ്രാർത്ഥിക്കുന്നു, പക്ഷെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്കുക. അതിനൊക്കെ അപ്പുറം അല്ലാഹു തരുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ. തന്നാൽ തന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പടച്ചോൻ എനിക്ക് തരും, ഉറപ്പാണ്, അല്ലാഹുക്ക് കഴിയാത്ത ഒന്നുമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഒരു നാട്ടില് വരൾച്ചയെ കൊടും വരൾച്ചയാണ്. പക്ഷികളൊക്കെ ചത്തു വീഴാൻ തുടങ്ങി, മൃഗങ്ങൾക്കൊക്കെ പ്രയാസമായി, മരങ്ങളൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ നാട്ടിലെ രാജാവ് എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഒരു പ്രാർത്ഥന നടത്തുക. എല്ലാ മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്, എല്ലാവരെയും ഉണ്ട്. വളർത്തു മൃഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും, ചെറിയ കുട്ടികളെയും, പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടായിട്ട് പ്രാർത്ഥന നടത്തുകയാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വരൾച്ചയൊന്ന് മാറിക്കിട്ടണം. ഈ പക്ഷികളൊക്കെ ചത്തു വീഴുന്നത് കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മനുഷ്യരും ദാഹിച്ച് മരിച്ചു വീഴുന്നതായിരിക്കും അവസ്ഥ. അങ്ങനെ രാജാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാജാവിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും പെരും മഴ, തോരാ മഴയാണ്, നല്ല ശക്തമായ മഴ, ആവശ്യമായ വെള്ളമൊക്കെ എത്തി. അപ്പോൾ എല്ലാവരും രാജാവിന്റെ മദ്ഹ് പറയാൻ തുടങ്ങി. രാജാവ് പറഞ്ഞു, എന്റെ പ്രാർത്ഥനയല്ല, എന്റെ രാജ്ഞി വളരെ വലിയ മുത്തക്കിയാണ്, എന്റെ ഭാര്യ വളരെ മുത്തക്കിയാണ്, അവളുടെ പ്രാർത്ഥനയായിരിക്കും അല്ലാഹു സ്വീകരിച്ചിരിക്കുക, അവളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് മാത്രമല്ല പ്രാർത്ഥന സ്വീകരിക്കാനുള്ള എല്ലാ അർഹതയും അവൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഭാര്യയെ കുറിച്ച് മദ്ഹ് പറയാൻ തുടങ്ങി. ആ സമയത്ത് ഈ രാജ്ഞി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയല്ല കേട്ടോ സ്വീകരിച്ചിട്ടുള്ളത് ആ ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റത്ത് ഒറ്റക്ക് നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട്, ചെറിയ കുട്ടി, ആ കുട്ടിയുടെ പ്രാർത്ഥനയാണ് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ എല്ലാവരുടെയും കണ്ണ് ആ ചെറിയ കുട്ടിയിലേക്ക് എത്തി. എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത? അപ്പോൾ ആ രാജ്ഞി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ കുട്ടി മാത്രമാണ് കുടച്ചൂടി വന്നിട്ടുള്ളത്, കുടയുമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് അല്ലാഹുവിനോടാണ്, ഉറപ്പായിട്ടും അല്ലാഹു മഴ പെയ്യിക്കും. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എനിക്ക് കുട വേണമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി ആ മകൻ മാത്രമാണ് വന്നത്. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയോടുകൂടിയായിരിക്കണം എനിക്ക് പടച്ചോൻ തരും എന്നുള്ള ഉറപ്പോടുകൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അവസാനമായി എനിക്ക് പറയാനുള്ള, പല ആളുകളും ചോദിക്കാറുള്ളത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുത്ത് നിൽക്കുന്ന സമയം ഏതാ? സുജൂദിലാണ്. ആ സുജൂദിലാണ് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത്. അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ് സുജൂദ് എന്ന് പറയുന്നത്. ആ സുജൂദിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്കൊരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട്, പറയാനുണ്ട്, എന്റെ ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റുകുറ്റങ്ങൾ അതൊക്കെ പറയാനുണ്ട്. പക്ഷെ ഏത് ഭാഷയിൽ ഞാൻ പറയും? എനിക്ക് അറബി ഭാഷ അറിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനോട് ഈ സുജൂദിൽ കിടന്നിട്ട് ഞാൻ ഏത് ഭാഷയിൽ പറയും എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കാറുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രാർത്ഥനയ്ക്ക് ഒരൊറ്റ ഭാഷയാണുള്ളത്, ഒരൊറ്റ ഭാഷയാണുള്ളത്. ആ ഭാഷ കണ്ണീരിന്റെ ഭാഷ മാത്രമാണ്. ഒന്ന് കണ്ണ് കലങ്ങിയിട്ടൊന്ന് അല്ലാഹുവിനോട് ചോദിച്ചു നോക്കൂ, അല്ലാഹുവിനോട് പറഞ്ഞു നോക്കൂ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളൊക്കെ പടച്ചോൻ മായ്ച്ചു കളയും. ഇനി വരാനിരിക്കുന്ന രാവുകൾ വളരെ പ്രധാനപ്പെട്ട രാവുകളാണ്. രാത്രിയിൽ അതിനുവേണ്ടി ഒന്ന് എണീറ്റ് നോക്കുക, എന്നിട്ട് ദീർഘനേരം സുജൂദിൽ കിടക്കുക. ഇതുവരെ വന്നിട്ടുള്ള പിഴവുകള്, പാപങ്ങള് എല്ലാം ഹൃദയത്തിൽ കൊണ്ടുവരിക, കണ്ണീര് കൊണ്ട് മുസല്ലിയെ നനച്ചു കളയുക. എന്നിട്ട് പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു തരണം,
നാളെ പരലോകത്ത് പടച്ചോൻ അല്ലാഹുവേ, നാളെ പരലോകത്ത് എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അതുപോലെ തന്നെ മക്കളുടെയും ഭാര്യയുടെയും എന്നെ വലിയവനായി കാണുന്ന ബഹുമാനിക്കുന്ന എന്റെ മക്കളുടെയും അതുപോലെ തന്നെ എന്റെ നാട്ടുകാരുടെയും മുമ്പിൽ വെച്ചിട്ട് ആ വഷളത്തരങ്ങള്, ആ തെറ്റുകുറ്റങ്ങള് അവിടെ പ്രദർശിപ്പിക്കല റബ്ബേ. അതൊന്ന് മായ്ച്ചു കളയണം എന്റെ കിതാബിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അതിനുവേണ്ടി നമ്മളൊന്ന് കണ്ണ് നിറക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ റമദാനില് കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? ഈ റമദാനിൽ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ? അതാണ് റമദാന്റെ വിജയം എന്ന് പറയുന്നത്. കണ്ണ് നനഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. മുസല്ലയിൽ നമ്മൾ സുജൂദിൽ കിടന്നിട്ട് മുസല്ല നനയുവാർ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. പടച്ചോൻ നമ്മുടെ കിതാബ് വലത് കൈയിൽ കിട്ടുന്ന ആളുകളെ കൂട്ടത്തിൽ പെടുത്തും. ഒരു തെറ്റുമില്ലാതെ കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. അതാണല്ലോ റമദാന്റെ പ്രത്യേകത തന്നെ. അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഈ റമദാനിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് നേടാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കിട്ടുമെന്ന്. പക്ഷെ അത് ചോദിക്കണം, പടച്ചവനോട് ചോദിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായി കണ്ണീരിന്റെ ഭാഷ കൊണ്ട് സുജൂദിൽ കിടന്ന അല്ലാഹുവിനോട് നമ്മുടെ ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഒരൊറ്റ വാക്ക്, അല്ലാഹു മുഫ്റിലി. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ടല്ലോ, റസൂലെ ഇന്ന് 27 രാവാണെന്ന് ഞാൻ വിചാരിച്ചാൽ, എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്നുമില്ല. നമ്മൾ പൊറുക്കനെ തേടാനാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിനോട് നമ്മൾ പൊറുക്കനെ തേടുക, പാപമോചനം നടത്തുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പാപമോചനം നടത്തിയിട്ട് കഴുകിക്കളഞ്ഞിട്ട് ശുദ്ധരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ച് നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവനെ, ഞങ്ങളുടെ ചെറുപ്പത്തില്, ഞങ്ങളുടെ കൗമാരത്തില്, ഞങ്ങളുടെ യൗവനത്തില്, ഞങ്ങളുടെ ഇരുട്ടില്, ഞങ്ങളുടെ പകലില്, ഞങ്ങളുടെ ക്യാമ്പസുകളില്, ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളില്, സാമ്പത്തിക മേഖലയില്, രാഷ്ട്രീയ മേഖലയില്, കുടുംബ മേഖലയില് ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. പഠിച്ചവനെ അല്ലാഹുവേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തില് വന്നുപോയ പാപങ്ങൾ ഞങ്ങളുടെ കിതാബിൽ നിന്ന് നീ മായ്ച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പഠിച്ചവനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ നാഥാ. അല്ലാഹു, ഞങ്ങളുടെ മക്കള് അവരാണ് ഞങ്ങളുടെ പ്രതീക്ഷ നാഥാ. അവർക്ക് നീ ദിശാബോധം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. പഠിച്ചവനെ, മലീമസമായ ഒരു അന്തരീക്ഷത്തിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബേ. ഞങ്ങളുടെ മക്കളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണേ റബ്ബേ. പഠിച്ചവനെ അല്ലാഹുവേ, നിന്റെ റസൂൽ ഒരു വാക്ക് നൽകിയിട്ടുണ്ട്, നല്ല ആത്മാക്കൾക്ക് ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കുമെന്നാണ്. പഠിച്ചവനെ, ഞങ്ങളുടെ ഖബറുകളിലേക്ക്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകളിലേക്ക് നീ സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കണമേ നാഥാ. പഠിച്ചവനെ, നല്ല ആത്മാക്കൾക്ക് അല്ലാഹു പറയുമത്രേ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു പുതപ്പ് അവിടെ ഖബറിലേക്ക് കൊടുക്കുവാൻ. അല്ലാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. اللهم اجعل قبورهم روضة من رياض الجنة. اللهم افتح لهم بابا من الجنة. اللهم اشرب لهم شربة من الجنة. اللهم ثبت أقدامنا في دينك. اللهم ثبت قلوبنا في دينك. اللهم طهر قلوبنا من الرياء. اللهم طهر قلوبنا من النفاق. ربنا زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اجرنا من النار. اللهم ادخلنا في جنتك الفردوس مع أمهاتنا ومع آبائنا ومع أزواجنا ومع أصدقائنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وصيامنا. آمين آمين برحمتك يا أرحم الراحمين.